നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിക്രമന്റെ മരുന്ന് നിർമ്മാണശാല, ഗോഡൌൺ, മരുന്ന് തോട്ടം, ഇവിടെയൊക്കെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ആ സ്ഥലങ്ങളൊക്കെ അറിയാമോ? അറിയില്ല, ഞാൻ എവിടെയെങ്ങും പോയിട്ടില്ല. എടോ, അതിനെ എത്രയും വേഗം നിങ്ങളെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറ്റണം. തൽക്കാലം നമ്മുടെ പക്കലുണ്ടെന്ന വിവരം ആരോടും പറയരുത്. സംഭവം പുറത്തറിഞ്ഞ നമുക്ക് വലിയ തിരിച്ചടിയായിരിക്കും. വളരെ സൂക്ഷിക്കണം. ഓക്കെ ഓക്കെ. ഏട്ടാ, നീ മോളെ കാണാനില്ല. ദിയമോളെ കാണാനില്ലെന്നോ? എല്ലായിടത്തും അന്വേഷിച്ചോ? സ്കൂളിൽ പോയ കുട്ടിയാ, അവിടുന്ന് മിസ്സിംഗ് ആയേ. സ്കൂളിൽ വെച്ച് മിസ്സിംഗ് ആയെന്നോ? അതെ. എന്നിട്ട് പോലീസിൽ അറിയിച്ചില്ലേ? അറിയിച്ചു. വന്ദനേച്ചി ആകെ ടെൻഷനില്ല. ദിയമോളില്ലെങ്കിൽ പിന്നെ ചേച്ചിയില്ല. ഏട്ടാ ഒന്ന് സഹായിക്കണം. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വെറൊരു ബിസിനസ്സുകാരൻ മാത്രമല്ലേ. അങ്ങനെ പറഞ്ഞൊഴിയരുത് ഏട്ടാ. ഏട്ടന് പോലീസിലൊക്കെ നല്ല പിടിപാടുള്ളതല്ലേ. പരിചയമുള്ള ഏതെങ്കിലും പോലീസുകാരെ വിളിച്ചു പറഞ്ഞ് വേണ്ടത് ചെയ്യണം പ്ലീസ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. പോലീസുകാർ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സർക്കിള്, അയാള് വളരെ മിടുക്കനാ. എത്രയും പെട്ടെന്ന് ദിയമോളെ കണ്ടെത്തി വന്ദനേച്ചി ഏൽപ്പിച്ചോളും. ടെൻഷൻ അടിക്കാതെ. ഏട്ടാ, എനിക്കൊരു സമാധാനം ഇല്ല ഏട്ടാ. ചേച്ചി ജീവിക്കുന്നത് പോലും ദിയമോക്ക് വേണ്ടിയാ. അവളെ ഒരു നിമിഷം പോലും പിരിഞ്ഞു നിൽക്കാനാവില്ല ചേച്ചിക്ക്. അതൊക്കെ വർഷയുടെ തെറ്റിദ്ധാരണയാ. ഏത് പ്രതിസന്ധിക്ക് മുന്നിലും പതറാതെ പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവളാ വന്ദനേച്ചി. ചേച്ചി അത്ര പെട്ടെന്നൊന്നും തളരാൻ പോകുന്നില്ല. പക്ഷേ റിലാക്സ്. ദിയമോളെ കാണാനില്ലെന്ന് സ്റ്റേഷനിൽ അറിയിച്ചതല്ലേ ഉള്ളൂ. ഇനി സ്റ്റേഷനുകൾ തോറും മെസ്സേജ് അയക്കണം, കുട്ടിയുടെ ഐഡന്റിറ്റി ബോധ്യപ്പെടുത്തണം, കുട്ടി പോകാൻ സാധ്യതയുള്ള ലൊക്കേഷൻസ് ഒക്കെ പോയിന്റ് ചെയ്യണം. അങ്ങനെ എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട്. ഒക്കെ ഒന്ന് ക്രമപ്പെട്ട് വരുമ്പോഴേക്കും കുട്ടിയെ കണ്ടെത്തിയിരിക്കും. സർക്കിളിനെ ഞാൻ വിളിക്കാം. അന്വേഷണം ഊർജിതപ്പെടുത്താൻ വേണ്ട കാര്യങ്ങളും ചെയ്യാം. ചേച്ചിയെ തകർക്കാൻ വേണ്ടി ആരോ കരുതിക്കുട്ടി ചെയ്തതാ. പാവോ എന്റെ ചേച്ചി ആരൊക്കെയോ പിന്തുടർന്ന് ഉപദ്രവിക്കുന്നുണ്ട്. ദേവി, ഭഗവതി, ദിയമോൾക്ക് ആപത്തൊന്നും വരുത്താതെ തിരിച്ചു കിട്ടണേ. SIയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ വിളിയൊന്നും വന്നിട്ടില്ല. അതിനർത്ഥം കുട്ടിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിക്കാണില്ലെന്നാ. ഇനി അവരുടെ വിളി പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. സാർ, SI സാറ് വീട്ടിൽ പോയല്ലോ. ഇനി നാളെ വരൂ. അല്ല, ആ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം? ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. ഗസലെ പറ. സെറ്റ് മുഴുവൻ അരിച്ചു പറക്കി. ആ കുട്ടിയെ പറ്റി ഒരു വിവരമില്ല. ചേട്ടൻ വിഷമിക്കണ്ട, ഞങ്ങൾ ഇന്ന് രാത്രി പെരുമം കോളനി മുഴുവൻ അരിച്ചു പറക്കുന്നുണ്ട്. ശരി,
വിവരങ്ങൾ അപ്പം എന്നെ അറിയിക്കണം. ശരി ഏട്ടാ. കുട്ടിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. ഈശ്വര, എന്റെ ദൈവമോള്. ഏയ്, കരയാതിരിക്കെ. നമ്മളിപ്പോ അന്വേഷിക്കുകയാണ് വേണ്ടത്. വിക്രമന്റെ മരുന്ന് നിർമ്മാണശാല, ഗോഡൌൺ, മരുന്ന് തോട്ടം, ഇവിടെയൊക്കെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ആ സ്ഥലങ്ങളൊക്കെ അറിയാമോ? അറിയില്ല, ഞാൻ അവിടെ എങ്ങും പോയിട്ടില്ല. പക്ഷേ അത് ചൂരൽമല എസ്റ്റേറ്റ് ആണെന്ന് എനിക്കറിയാം. ആ, മതിയല്ലോ. ദേ, മൊബൈലിലെ മാപ്പ് നോക്കി നമുക്ക് വഴി കണ്ടുപിടിക്കാം. വാ, പോകാം. അമ്മേ ഭഗവതി, അവൾക്കൊരു ആപത്തും വരുത്തല്ലേ. എന്റെ കുഞ്ഞിനെ കാട്ടിത്തരണേ ഭഗവതി. കേറ്. നല്ല സ്പീഡിലാ. എന്റെ തോളിൽ ബലമായി പിടിച്ചിരിക്കണം. വന്ദന എന്താ ഇപ്പോ? പാതിരാത്രി അവള് ഫോൺ വിളിക്കുന്നു. ദിയമോളെന്ന ക്രിമിയെ കണ്ടുപിടിച്ചു കൊടുക്കണം എന്നായിരിക്കും ആവശ്യം. എന്നെ വെല്ലുവിളിച്ചവള് തന്നെ ഇപ്പൊ സഹായം ചോദിക്കുന്നു. അഹങ്കാരി. അയാള് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. ഇറങ്ങ. എന്തുപറ്റി? ഇനി വിളിക്കേ. അയാള് വീണ്ടും ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനർത്ഥം വന്ദനയോട് ഫോണിൽ സംസാരിക്കാൻ പോലും അയാൾക്ക് താല്പര്യമില്ലെന്നാ. ഒരു കാര്യം ഉറപ്പായി, വന്ദനയുടെ സംശയം അസ്ഥാനത്തല്ല. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് വിക്രം തന്നെ ആയിരിക്കാനാണ് സാധ്യത. ആ ഫോണും തന്നെ. മറ്റൊരു നമ്പർ കാണുമ്പോ അയാൾ ഫോൺ എടുക്കാൻ സാധ്യതയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.